ഇന്ന് നമ്മുടെ വീഡിയോ പറയണത് നമ്മുടെ തൃശ്ശൂർ മൃഗശാല കാണാൻ പോയതാട്ടാ. സൂ വിത്ത് മ്യൂസിയം ആണ്. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടു. അടിപൊളി സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. അത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക. വലിയവർക്ക് ഇപ്പോൾ അത്ര വലിയ ഇൻട്രസ്റ്റ് തോന്നണമെന്നൊന്നുമില്ല. എന്നാലും നല്ല സ്ഥലം തന്നെയാണ്. നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ ആണ്. കാണാനൊക്കെ അത്യാവശ്യം കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ കുറേ പക്ഷികളും മൃഗങ്ങളും പിന്നെ അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ്. കുറേ കാണാനും ഉണ്ട്, പഠിക്കാനും ഉണ്ട്. അപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻ്റായിട്ട് കിട്ടും. പിന്നെ മ്യൂസിയം നല്ല സൂപ്പറാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. സുവോളജി ലാബ്, പിന്നെ അവിടെ കുറേ ഉണ്ട്. നമ്മുടെ ആർട്ട് മ്യൂസിയം, പിന്നെ സ്നേക്സിൻ്റെ ഒരു ഇതുണ്ട്, റെപ്റ്റൈൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് പാമ്പുകളുടെ ഒരു സമ്മേളനം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. രാജവെമ്പാല, മൂർഖൻ, പെരുമ്പാമ്പ്, പിന്നെ ആരൊക്കെയായിരുന്നു, പച്ചിലപ്പാമ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം പുലിച്ചേട്ടനുണ്ട്. പുലിച്ചേട്ടൻ ആരേനെ ഇപ്പോൾ കടിച്ച് കീറണ്ടെന്നുള്ളതിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ശരിയാക്കി തരാൻ വീഡിയോ എടുക്കുക, ഇപ്പം ശരിയാക്കി തരാമെന്ന് വെച്ചിട്ടാണ് പുലിച്ചേട്ടൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം കുരങ്ങന്മാരുണ്ട്, പിന്നെ പുള്ളിപ്പുലിയുണ്ട്, സിംഹമുണ്ട്. സിംഹത്തിന് അത്യാവശ്യം പ്രായമായിട്ടുണ്ട് കേട്ടോ. ഇത് മൃഗശാല തുടങ്ങിയ കാലത്തുള്ള സിംഹമെന്ന് തോന്നുന്നു. കക്ഷിക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. ആള് എക്സ്പയറി ഡേറ്റ് ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്കറിയില്ല കേട്ടോ, ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കണ്ട ലുക്കിൽ ഞാൻ പറഞ്ഞതാണ്. എനിക്ക് മൃഗങ്ങളെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് അറിഞ്ഞുകൂടാം. നമ്മൾ കണ്ടപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാണ്. നല്ല വയസ്സായിട്ടുണ്ട്. ആള് ക്ഷീണിതൻ്റെ പോലെയാണ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണം. നമുക്കറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ കണ്ടത് പറയുന്നതാണ്. അങ്ങനെ അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. കുരങ്ങന്മാർക്ക് അത്യാവശ്യം നല്ല വെജിറ്റബിൾ ഫുഡ് അവർ കഴിക്കണപ്പോൾ നമുക്കൊരു ആഗ്രഹം പച്ചക്കറിയൊക്കെ കഴിക്കണമെന്ന്. നമ്മൾ പുറത്ത് പോയാൽ കംപ്ലീറ്റ് നോൺ വെജ് ആണല്ലോ, പച്ചക്കറി കഴിക്കൽ കുറവപ്പം കുരങ്ങന്മാർ കഴിക്കണപ്പോൾ ഭയങ്കര ആഗ്രഹമായിട്ടാണ്. കുറച്ച് ചീരയും കുറച്ച് ക്യാബേജും ക്യാരറ്റൊക്കെ കഴിക്കണമെന്ന് പച്ചക്ക്. പിന്നെ അവിടെ പക്ഷികളുടെ സെക്ഷനിൽ കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. ഇതുപോലെ എന്തൊരു വെറൈറ്റി കോഴികൾ, പിന്നെ മയിലുണ്ട്. മയിലിനെ 2-3 അവിടെ കണ്ടു. പിന്നെ ഇതൊക്കെ മ്യൂസിയത്തിലുള്ളതാണ് കേട്ടോ. സ്റ്റഫ് ചെയ്തിട്ടുള്ള ആനിമൽസും ബേർഡ്സൊക്കെയാണ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് അവർ ആ ഒരു രൂപത്തിൽ തന്നെ അങ്ങ് സ്റ്റഫ് ചെയ്ത് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പഠിക്കുന്നവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ രാജവെമ്പാലയുടെ അസ്ഥി കൂടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. ബൈ ഫ്രം ചിന്നൂസ്.